ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സച്ചി ബീരാന് മദ്യമൊക്കെ കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും അയാളെ കൊണ്ട് സത്യം പറയിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. ബീരാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുധിയെയും കുടിപ്പിച്ച് കിടത്തിയിട്ട് ആകെ ബോധമില്ലാത്ത അവസ്ഥയിലാക്കുന്നുണ്ട്. തുടർന്ന് ബീരാൻ ഓരോ കഥകൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ്. ആ എപ്പിസോഡിന്റെ ഒരു രംഗം വരെയായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി വിശേഷങ്ങൾ നോക്കാം. അതിൻ്റെ ലിങ്ക് ആ റിവ്യൂ കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമൻറ്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. അങ്ങനെ ബീരൻ പറയാൻ തുടങ്ങുകയാണ് കേട്ടോ. ഞാൻ ആരാന്നുള്ള കാര്യം അറിയോ, എൻ്റെ നാട് ഏതാണെന്നറിയോ, പരമാമ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ഓരോന്ന് പറയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇയാൾ ഇതന്നെ പറയാൻ കേട്ടോ. എൻ്റെ നാട് ഏതാണെന്നറിയോ, ഞാൻ ആരാന്നറിയോ, എൻ്റെ പേരെന്താണെന്നറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അങ്ങനെ പറഞ്ഞ് അയാൾ ബോധമില്ലാതെ കിടക്കുകയാണ്. ഇത് കാണുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട് ബാറ്ററിയും തീർന്നു, വണ്ടി ഓഫായി, എന്തൊക്കെയോ പറയാൻ വേണ്ടി വന്നതാണ്, ജസ്റ്റ് മിസ്സായി. എന്തായാലും അയാളെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, അതെന്തായാലും മനസ്സിലായി എന്ന് പറയണേ. അതേസമയം സുധിയാണെന്നുണ്ടെങ്കിൽ തല ആകെ പിരിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുവാണ് ബോധമില്ലാതെ. അങ്ങനെ നടന്ന് പോസ്റ്റിൽ പോയി തലയടിച്ചിട്ട് ബോധമില്ലാണ്ട് അവിടെ കിടക്കുവാണ് കേട്ടോ സുധി. അതേസമയം നമ്മുടെ എളൈസിനെയും കൂട്ടിയിട്ട് സച്ചിയും അതുപോലെ രണ്ട് ഫ്രണ്ട്സും മഹേഷും ഒക്കെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പോഴും ഇദ്ദേഹം ഇങ്ങനെ വായ തോന്നുന്ന എന്തൊക്കെയോ പറയുന്നുണ്ട്, സത്യമൊന്നും പറയുന്നില്ല കേട്ടോ. കാരണം ബീരാൻ ആക്ടിങ് എന്ന് പറയുന്നതാണല്ലോ തലയ്ക്ക് പിടിച്ചോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഇത് മൈൻഡിൽ നിന്ന് മാറിയിട്ടൊന്നുമില്ല കേട്ടോ. നാട് ഏതാ വീടേതെന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ നാട് മലേഷ്യയിലാണ്. ഓക്കെ, കുട്ടിയെ എനിക്ക് എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ആ കുട്ടിയെ നിങ്ങൾക്ക് എത്ര കാലമായിട്ട് അറിയാമെന്ന് ചോദിക്കുകയാണ്. ചെറുപ്പം മുതലേ അറിയാം, അവള് ജനിച്ച ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുമ്പോഴേക്കും എന്താ അവിടുത്തെ കമ്പൗണ്ടർ ആയിരുന്നു നിങ്ങൾ എന്നുള്ള കാര്യം മഹേഷ് ചോദിക്കുന്നുണ്ട്. സച്ചി, നീ എന്നോട് ഡീസന്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്, പക്ഷെ നിന്റെ ഫ്രണ്ട് എന്ത് മോശമായിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ഓഹോ ആണല്ലേ, അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒന്ന് കൈവിട്ടെന്ന് പറയുന്നുണ്ട്. അയ്യോ കൈവിടല്ലേ, ഞാനിപ്പോ വീണോ എന്ന് ബീരാൻ പറയുന്നുണ്ട്. എന്തായാലും ഇയാള് സുധിയെ വരെ കുടിപ്പിച്ച് കിടത്തി. ഇനിയിപ്പോ അവൻ എവിടെ പോയി എന്നുള്ള കാര്യം നോക്കണല്ലോ. സുധിയാണെന്നുണ്ടെങ്കിൽ ബോധമില്ലാണ്ട് കിടക്കുവാണല്ലോ. അപ്പോഴേക്കും അതിലെ ഒരു കുടിയും പോകുന്ന സമയത്ത് ഓ നമ്മുടെ ആളാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ് അവനെ കണ്ടിട്ട്. കാരണം ബോധമില്ലാണ്ട് കിടക്കുവാണല്ലോ. അങ്ങനെ സച്ചിയും കൂട്ടനും കൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, ദേ നോക്ക് സച്ചി, ആരും ബോധമില്ലാണ്ട് കിടക്കുന്നു എന്നുള്ള കാര്യം. അപ്പൊ സച്ചി അത്ര മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ മഹേഷ് കാണുന്നുണ്ട്, ദേ സുധിയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് വേഗം പോയിട്ട് എടുക്കുവാണേ. ഇവനെന്താ 2 പെഗ് അടിച്ചപ്പോഴത്തേക്ക് ബോധം പോയോ, അത് ആദ്യമായിട്ട് കുടിച്ചോണെന്നുള്ള കാര്യം ഫ്രണ്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ ആരാന്ന് ചോദിക്കുകയാണ് സുധി. കണ്ടില്ലേ, നിങ്ങൾ ഒപ്പിച്ച പണിയിൽ അവൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടല്ലേ ഞാൻ ആരായെന്നുള്ള കാര്യം. പക്ഷെ നമ്മുടെ ബീരാൻ ചോദിക്കുന്നുണ്ട് ഇതാരായെന്നുള്ള കാര്യം. ഓ ഇത് ശ്രുതിയുടെ ഭർത്താവ്, നിങ്ങളുടെ മരുമകൻ എന്ന് പറയണേ. അപ്പോഴേക്കും കണ്ണട മാറ്റിയിട്ട് ഓ ഇതാണല്ലോ. എന്തായാലും നീ വാ സുധി എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ വരുന്നില്ല, അങ്കിൾ വരൂ, എൻ്റെ അടുത്ത് കിടന്നോളൂ, ഞാൻ ആകെ ടയർഡാണെന്ന് പറഞ്ഞിട്ട് ഫുട്പാത്തിൽ വീണ്ടും കിടക്കുവാണേ സുധി. ഇവനെ എങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാൻ ബോധമില്ലല്ലോ എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് ഇവന്റെ ബോധം വരുത്താനൊക്കെ എളുപ്പമാണ്. പക്ഷെ ഉറങ്ങുന്നവനെയും അതുപോലെ ബോധമില്ലാത്ത കിടക്കുന്നവനെയും ഒരിക്കലും ഉണർത്താൻ പാടില്ല. സന്തോഷത്തിൽ കിടക്കുന്നവനെ വേണമെങ്കിൽ നമുക്ക് എണിപ്പിക്കാന്ന് പറയണേ. നിങ്ങൾ വായത്തൊന്നും ഓരോന്ന് പറയരുത്, ഇതിനെല്ലാം കൂടി ഞാൻ വാങ്ങിച്ചു കെട്ടേണ്ടി വരും. മര്യാദയ്ക്ക് വീട്ടിൽ വന്നിട്ട് സത്യം പറഞ്ഞോണം, നിങ്ങളാണ് ഒഴിച്ചു കൊടുത്തതെന്ന്. അങ്ങനെ സച്ചിയും മഹേഷും കൂടി ഒരു വിധത്തിൽ തൂക്കിയെടുത്തിട്ട് കൊണ്ടുപോകാൻ കേട്ടോ സുധിയെ. അങ്ങനെ സച്ചിയുടെ ഫ്രണ്ട്സ് പോവാണ്. ബാക്കി 4 പേരും കൂടി ചേർന്നിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് സത്യത്തിൽ കാര്യം പറഞ്ഞോണം, നിങ്ങളാണ് ഇവനെ ഈ അവസ്ഥയിലാക്കിയെന്നുള്ള കാര്യം. അല്ലട എന്താ ഇവൻ മിണ്ടാതിരിക്കുന്നത് എന്നുള്ള കാര്യം മഹേഷ് ചോദിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ 2 പെഗ് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ശില പോലെ ആയിപ്പോവും. എന്തായാലും ഉള്ളിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് മഹേഷും സച്ചിയും അതുപോലെ സുധിയും ബീരാനും കൂടി ചേർന്ന് ഉള്ളിലേക്ക് കയറുവാണേ. അങ്ങനെ സുധിയിലെ കൊണ്ടുപോയിട്ട് ഒരു കസേരയിൽ ഇരുത്തുന്നുണ്ട്. സുധിയാണെങ്കിൽ ഇങ്ങനെ ഒരു ബോധമില്ലാത്ത പോലെ ഇങ്ങനെ ഒരാളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്കും എന്താണ് നീ താഴെ വീഴുന്നെങ്കിലും ചെയ്തോ, എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി. അത് കഴിഞ്ഞ് ശ്രുതിയും ചോദിക്കുന്നുണ്ട്, എന്താ സുധിക്ക് പറ്റിയേ, എടാ എന്നെ നോക്കടാ എന്ന് പറയുമ്പോഴും ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടേ നിൽക്കുകയാണെ ബോധമില്ലാത്ത പോലെ. നീ എന്താണ് ഇങ്ങനെ നോക്കുന്നത്. അങ്ങനെ നമ്മുടെ ചന്ദ്രയും അതുപോലെ തന്നെ ശ്രുതി മാറി ചോദിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ സ്റ്റക്കായിട്ട് തന്നെ നിൽക്കുവാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രീകാന്തും വർഷയും വരുന്നുണ്ട്. എന്താ പറ്റിയെന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അങ്ങനെ ചന്ദ്രമതിക്ക് സ്മെല്ലടിക്കുന്നുണ്ട്. എന്താ ഇത് മണം, ഇടയ്ക്ക് ഇതാ ഇവനെയാണല്ലോ ഇങ്ങനെ മണക്കാറ് എന്നുള്ള കാര്യം സച്ചിയെ നോക്കി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ശ്രീകാന്ത് പറയുന്നുണ്ട് ഏട്ടൻ കുടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. നീ കുടിച്ചോടാ, നിനക്ക് ആ ശീലമൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി. അത് കഴിഞ്ഞ് ശ്രുതിയും ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ കുടിച്ചോ. എന്താ ശ്രുതി ഒന്നും മിണ്ടാതിരിക്കുന്നത്, എന്തിനാ കുടിച്ചത്, വാ തുറന്ന് എന്തെങ്കിലും പറയാന്നൊക്കെ പറയണേ. അപ്പോഴേക്കും അച്ഛമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. എടാ നിനക്ക് ഈ ശീലമൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം അച്ഛമ്മ ഒന്ന് ചോദിക്കുമ്പോൾ എന്റെ മകൻ അങ്ങനത്തെ ശീലമൊന്നുമില്ല, ദേ നിൽക്കുന്ന ഇവനാണ് കുടിക്കുകയൊക്കെ ചെയ്യുന്നത്. ശ്രുതി നീ എന്തിനാ ഇവന്റെ കൂടെ ശ്രുതിയെ അയച്ചത്. എടാ സച്ചി, നീ ഇവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ
നിന്റെ കൂട്ടുകാരോടുമായിട്ട് കൂടി കള്ള് കുടിച്ചിട്ട് ഇങ്ങോട്ട് വരായിരുന്നു. അന്ന് എൻ്റെ അടുത്ത് നല്ല മേടിക്കാറില്ലേ? ഈ പഴക്കൊന്നും നിനക്ക് ഇല്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്താടാ ഇതൊക്കെ? ഇപ്പോഴും ആ ശീലം ഉണ്ടോ നിനക്ക്? ഇല്ല അച്ഛമ്മ, അത് ഞാൻ ഫ്രണ്ട്സിനോടൊപ്പം കൂടിയിട്ടെന്ന് പറയണേ. നീ എന്തെങ്കിലും പോയി ചെയ്യടാ. പിന്നെ നീ എന്തിനാ എൻ്റെ മകനെ ചീത്തയാക്കുന്നത്? തുടർന്ന് വർഷ പറയുന്നുണ്ട് കേട്ടോ, ശ്രുതി ചേച്ചി നിങ്ങളുടെ ഹസ്ബൻഡിന് കുടിക്കുന്ന ശീലമില്ല എന്നല്ലേ പറഞ്ഞത്? അവർക്ക് അങ്ങനെ ഒരു ശീലമില്ല, പക്ഷെ വേറെന്തോ നടന്നിട്ടുണ്ട്. എന്തിനാ ശ്രുതി കഴിച്ചത്? എന്താ ശ്രുതിയേട്ടാ ഫ്രീസായ പോലെ ഇരിക്കുന്നത്? വാ തുറന്ന് എന്തെങ്കിലും പറയാന്ന് ശ്രീകാന്തും പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വർഷ ഇംഗ്ലീഷിലും ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തെങ്കിലും പറ്റുമോ എന്നുള്ള കാര്യം. ഇവളെന്താ ഇംഗ്ലീഷിലും അതുപോലെ മലയാളത്തിലും ചോദിച്ചിട്ടൊന്നും മിണ്ടുന്നില്ല. നീ ഹിന്ദി അറിയുന്ന ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോയെന്ന് മഹേഷിന്റെ അടുത്ത് സച്ചി ദേഷ്യത്തോടു കൂടി പറയണേ. നീ ഒന്നും മിണ്ടണ്ട, നീ ഒറ്റൊരുത്തനാണ് ഇതിനൊക്കെ കാരണം. നീ ഒരാൾ മാത്രമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ കുടിക്കുന്നത്. എടാ നല്ല ദിവസമായിട്ട് നീ എന്ത് കൂത്താടാ ചെയ്തെന്നുള്ള കാര്യം അച്ഛമ്മ ചോദിക്കാണ്ടേ സച്ചിയുടെ അടുത്ത്. നീ എന്താടാ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട്, അവൻ കുറച്ച് ഓവറായിട്ട് കുടിച്ചു, അതാണ് റോട്ടില്. എന്താ റോട്ടിൽ പോയി ഇരുന്നോ? എടാ നീ എന്താടാ, നിനക്ക് ഇങ്ങനെ ഒരു ശീലം ഇല്ലാത്തതാണല്ലോ. നിങ്ങളെ 2 മക്കളും നല്ല പൊന്നുപോലത്തെ മക്കളല്ലായിരുന്നോ? പിന്നെ എന്തിനാടാ നീ കുടിച്ച് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ശരിയാണ്, കുടിക്കില്ല, പക്ഷെ ബാക്കി എല്ലാ ഫ്രോഡത്തനെയും ഓടിപ്പോക്കൊക്കെ ചെയ്യുമല്ലോ. അപ്പോഴേക്ക് രേവതി സച്ചേട്ടനൊന്നും മിണ്ടാതിരിക്കും. ശ്രുതിയുടെ ചെറിയച്ച വരെ വന്നു. അവരെന്താ വിചാരിക്കുക? അവരിതിന് ചോദ്യം ചെയ്യില്ലേ? അതെ അതെ ചോദിക്കും. അതുകൊണ്ടാണ് 2 റൗണ്ട് കൂടുതൽ ചോദിച്ചു മേടിച്ച് കുടിച്ചെന്നുള്ള കാര്യം പറയുമ്പോൾ അയ്യോ ചെറിയച്ചനും കുടിച്ചു എന്നുള്ള കാര്യം ദേഷ്യത്തോട് കൂടി ചോദിക്കണേ ശ്രുതി. അപ്പോഴേക്കും ബീരാൻ പറയുന്നുണ്ട്, അത് ചുമ്മാ ലൈറ്റായിട്ട് ഈ ബിസിനസ് മീറ്റിംഗ് ഒക്കെ പോകുന്നുണ്ടല്ലോ, ആ സമയത്ത് ലൈറ്റായിട്ട് കുടിക്കില്ലേ അതുപോലെ. ഞാൻ എപ്പോഴും ഒരു സയൻസ് ഡ്രിങ്കർ ആണെന്നുള്ള കാര്യം പറയണേ. സയൻസ് ഡ്രിങ്കറോ അല്ല, എപ്പോഴെങ്കിലൊക്കെ കുടിക്കുക, അത് സോഷ്യൽ ഡ്രിങ്കറാണ്. അപ്പോഴേക്കും ശ്രുതി ദേഷ്യത്തോട് കൂടി ചെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കുടിക്കണമെങ്കിൽ നിങ്ങൾക്ക് മാത്രം കുടിച്ചാൽ പോരെ, എന്തിനാ ശ്രുതിയെ കുടിപ്പിച്ചത്? ചോദിക്കുന്ന കേട്ടില്ലേ? ഉത്തരം പറയുന്നത് സച്ചി പറയണേ. ഇതെന്തിനാ സച്ചി നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി പറയുന്നത്? പറയുന്നുണ്ടോ ഇല്ലയോ? ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ്, പക്ഷെ എന്ത് ചെയ്യാനാണ്? ശ്രുതിയും വേണ്ടാന്ന് പറഞ്ഞു, പക്ഷെ സച്ചിയും ഫ്രണ്ട്സും കൂടി ചേർന്നിട്ട് വായിൽ ഒഴിച്ചു വിട്ടു എന്ന് പറയാണേ. അതെന്താ മലേഷ്യ മാമ ഇങ്ങനെ പറയുന്നതെന്നുള്ള കാര്യം മഹേഷ് ചോദിക്കുമ്പോൾ നീ നിൽക്കടാ, എല്ലാം അറിഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്ത് മറിക്കാനാ? നിങ്ങൾ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് അയാളിങ്ങനെ പിടിക്കാണ് കേട്ടോ. അപ്പോഴേക്കും എനിക്കറിയാടാ നീ തന്നെയാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ള കാര്യം ചന്ദ്രമതി പറയുന്നുണ്ട്. തുടർന്ന് ശ്രുതി, നിങ്ങൾ എന്തിനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുടിച്ച പോലെ സച്ചി, എന്തിനാ അദ്ദേഹത്തിനെ കുടിപ്പിക്കാൻ വേണ്ടി നിന്നത്? ഇതൊന്നും സുധീരന് സെറ്റ് ആവില്ല എന്നുള്ള കാര്യം സച്ചിയേട്ടന് അറിയില്ല എന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ്. ഞാൻ വേണ്ട പറഞ്ഞതാന്ന് ബീരാന്ന് പറഞ്ഞിട്ട് സച്ചിനെ ഒറ്റയാണ് കേട്ടോ ബീരാൻ ചെയ്യുന്നത്. പക്ഷെ ബീരാന്റെ അടുത്ത് നിങ്ങളല്ലേ ഇതൊക്കെ ചെയ്തതെന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബീരാനൊന്ന് കിട്ടുന്നുള്ള അവസ്ഥയാകുമ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ സച്ചിയെ പിടിച്ചിട്ട് കുറെ അടി അടിക്കുന്നുണ്ട് കേട്ടോ. എന്ത് പണിയാടാ നീ ചെയ്തിരിക്കുന്നത്? നിന്നോട് തന്നെ ഇത് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അതുപോരാത്തതിന് നീ അവനും കൂടി ഒഴിപ്പിച്ചിരിക്കുന്നു പറയുമ്പോഴേക്കും ഞാനൊന്നും ചെയ്തിട്ടില്ല അച്ഛമ്മ എന്നുള്ള കാര്യം പറയണേ. എന്തായാലും നന്നായി രവി ഇവിടെ ഇല്ലാതെ, അവൻ ഇത് കണ്ടു കഴിഞ്ഞാൽ വിഷമിക്കില്ല. ഇപ്പോഴാണ് സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് വാ അടച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും നീ ഇങ്ങനെ ചെയ്തല്ലോ. രവിയും ഇപ്പോഴാണ് സുഖമായിട്ട് വരുന്നത്, അപ്പോഴേക്കും അവനെ വിഷമിക്കുന്ന രീതി ചെയ്യരുതൊന്നും. ആവശ്യമില്ലാത്ത പ്രശ്നം ചെയ്തു കഴിഞ്ഞാൽ അവൻ എങ്ങനെ സന്തോഷമായിട്ടിരിക്കും? അയ്യോ അച്ഛമ്മേ, ഇവനൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചി മഹേഷിന്റെ അടുത്ത് മിണ്ടാതിരിക്കാൻ വേണ്ടി പറയണേ. ഇവൻ കാരണമാണ് ഈ കുടുംബത്തിലെ സമാധാനം പോകുന്നതും, ഇവൻ കാരണമാണ് ഈ വീട്ടിലെ എല്ലാ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി കുറ്റം പറയുമ്പോൾ നീ വായ മൂട്. 3 പിള്ളേരും ഒരുപോലെ നീ കണ്ടിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ല. ആദ്യം നിന്റെ വായാണ് അടച്ചു വെക്കേണ്ടത്. നീ കാരണമാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ അങ്ങ് ദേഷ്യം പിടിക്കാനുണ്ട് ചന്ദ്രമതിയുടെ അടുത്ത്. അച്ഛമ്മേ, എനിക്ക് ശ്രുതിയെ കണ്ടിട്ട് പാവം തോന്നുന്നുണ്ട്, അവരെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശ്രുതി പോകുന്നുണ്ട്. ശ്രുതി മിണ്ട്, എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. എന്തിനാ ഇപ്പം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്? ഇവൻ മിണ്ടണോ? അത്രയല്ലേ ഉള്ളൂ. രേവതി വീട്ടിൽ മോരുണ്ടോ? അത് എടുത്തിട്ട് വായെന്ന് പറഞ്ഞിട്ട് മോര് കൊണ്ടേ കൊടുക്കുകയാണ് കേട്ടോ. മോരെടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ, ആരാ ഇത് ചെയ്തത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അത് പുറത്ത് പറഞ്ഞില്ലേ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ശരീരം കേടുവരുത്തുന്നല്ലാണ്ട് മറ്റൊരാളുടെ ശരീരത്തിന് കേടുവരുത്തുന്ന രീതിയിൽ ഒന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. എന്താ സംഭവം നടന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എല്ലാവരും പുറത്ത് സന്തോഷമായിട്ടിരിക്കല്ലേ, അച്ഛന് വെറുതെ വിഷമിക്കേണ്ട, അതൊക്കെ വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് മോര് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ. മോര് കുടിച്ചതിന് ശേഷം ഉപ്പ് കുറവാണ് മോരിലെന്ന് പറയുന്നുണ്ട്. ഇതാ സംസാരിച്ചില്ലേ പോരെ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് സച്ചി അവിടെ നിന്ന് പോവാണേ. സംസാരിക്കാൻ തുടങ്ങിയ ശേഷം പിന്നെ ഫുള്ള് കരച്ചിലാണ് കേട്ടോ. അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നു, അതുപോലെ അച്ഛമ്മയെ പോയി കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ശ്രുതി നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് ശ്രുതി ചോദിക്കണേ. ശ്രുതി ഐ ലവ് യു, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിന്നെ, നീ എന്നെ വിട്ടു പോകരുത്, ജോലി ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചോളാം, ആരും എനിക്ക് ജോലി തരാത്തതുകൊണ്ടാണ്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയുടെ കാലൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. ശ്രുതി ആദ്യം എന്തിനാ കുടിച്ചതെന്നുള്ള കാര്യം പറയാന്ന് പറയുമ്പോൾ ഞാൻ കുടിച്ചതല്ല, എൻ്റെ വായിൽ ഒഴിച്ചതാണ് അങ്കിൾ എന്ന് പറയുമ്പോഴേക്കും അങ്കിൾ ഓ ഇവൻ എന്നെ പെടുത്തുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ സച്ചിയെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, സത്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, നീ വേഗം ഇവനെ കൊണ്ടുപോയിട്ട് അകത്ത് കിടത്തുമെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുവാണേ. അങ്ങനെ എല്ലാവരും ഓരോ വഴിക്ക് പോവാണ്. അത് കഴിഞ്ഞതിന് ശേഷം സച്ചിയുടെ അടുത്ത് എന്ത് കളിയാണ് ഇടത്, ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ വിഷമിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ സച്ചിക്കും ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്, കാരണം ചെയ്യാത്തൊരു കുറ്റം സച്ചിയുടെ മേലിട്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ ശ്രുതിയെ റൂമിൽ കൊണ്ടുപോയിട്ട് ഫുള്ള് അടിക്കുകയൊക്കെ ചെയ്തിട്ടോ. ശ്രുതി
എനിക്ക് കുറച്ചും കൂടി കിട്ടുമോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നെന്ന് പറയുമ്പോൾ മിണ്ടാതെ കിടന്നോണെന്ന് പറഞ്ഞിട്ട് അവിടെ കിടത്തുവാണ്. അത് കഴിഞ്ഞ് ചന്ദ്രമതി പുറത്ത് നിൽക്കുവാണ് കേട്ടോ. അങ്ങോട്ടേക്ക് ശ്രുതി വരുന്ന സമയത്ത് ശ്രുതിയെ നന്നായിട്ട് ചീത്ത വിളിച്ചു എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. പിന്നെ ചീത്ത വിളിക്കാതെ ആൻറ്റി ഞാൻ എന്താ ചെയ്യേണ്ടത്? ആൻറ്റിയും കണ്ടതല്ലേ അവരെങ്ങനെയാണ് വന്നതെന്ന്. അവന്റെ മേലെ ഒരു തെറ്റുമില്ല. സച്ചിയാണ് ഇതെല്ലാം ഒപ്പിച്ചത്. നിന്റെ ചെറിയച്ചിന്റെ മുമ്പിൽ അവനെ നാണം കെടുത്താൻ വേണ്ടിയിട്ട്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ശ്രുതി കുറച്ച് കെയർഫുൾ ആയിരിക്കണം എന്നുള്ള കാര്യം ശ്രുതി പറയുന്ന സമയത്ത് ഞാൻ അവൻ്റെ അടുത്ത് സംസാരിക്കാം. അവൻ എന്തായാലും ഭയങ്കര സങ്കടത്തിലാണെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? അവൻ ബോധത്തിലല്ലെങ്കിലും അവന്റെ മനസ്സിലുള്ള സങ്കടമാണ് അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കുടിച്ചിട്ട് എന്തൊക്കെയോ പറയാണെന്നുള്ള കാര്യം ശ്രുതി പറയുന്ന സമയത്ത് അല്ലല്ല, അവന്റെ മനസ്സിൽ അത്രയും വേദനയുണ്ട്. ഈ സച്ചിയാണെന്നുണ്ടെങ്കിൽ അവനെങ്ങനെ അപമാനപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവന് നല്ലൊരു ജോലി കിട്ടിയാൽ മതി, പിന്നെ അവനെ കുറിച്ച് ആരും ഒന്നും പറയില്ല. അത് എനിക്കും അറിയാം ആന്റി. പക്ഷേ സുധി ജോലിക്ക് പോവില്ലല്ലോ. അവൻ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാല് അവൻ മുന്നോട്ട് വരും. അതുകൊണ്ടാണ് നിന്റെ ചെറിയച്ഛൻ്റെ അടുത്ത് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ച്. എന്നാൽ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഈ സുധിയെ കുടിപ്പിക്കുകയും ചെയ്തു. എന്തായാലും നിന്റെ ചെറിയച്ഛൻ സുധിയെ കുറിച്ചിട്ട് തെറ്റായിട്ട് വിചാരിച്ചിട്ടുണ്ടാവും. ഇത് ചെന്ന് നിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സുധിക്ക് എന്ത് മര്യാദ ഉണ്ടാവുക? ഇല്ല ആന്റി, അവരതിനെ കുറിച്ചൊന്നും അച്ഛൻ്റെ അടുത്ത് പറയില്ല. ഞാൻ സംസാരിച്ചോളാം. അതിന്റെ കൂടെ നീ അവന്റെ ജോലിക്കാരെയും കൂടി സംസാരിക്കാൻ പറയുകയാണെ ചന്ദ്രമതി. നിന്റെ ചെറിയച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് സുധിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ. അവരുടെ ബിസിനസ്സിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം സുധിക്ക് കൊടുക്കാൻ വേണ്ടി പറ. ഇത് കേൾക്കുമ്പോൾ സുധി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നോക്കുന്ന സമയത്ത് സുധിക്ക് ഇറച്ചിക്കട വെച്ച് കൊടുക്കേണ്ടി വരുമല്ലോ. നീ എന്താ ശ്രുതി ചിന്തിക്കുന്നതെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ അതൊന്നുമില്ല ആന്റി, ചെറിയച്ഛൻ്റെ ബിസിനസ് ഒന്നും വേണ്ട, അതൊന്നും സുധിക്ക് സെറ്റ് ആവില്ല. അങ്ങനെയൊന്നും വിചാരിക്കരുത്. സുധിക്ക് എന്ത് ജോലി കൊടുത്തു കഴിഞ്ഞാലും വെട്ട് ഒന്ന് തുണ്ട രണ്ട് എന്നുള്ള രീതിയിൽ അവൻ ചെയ്യും. അതൊന്നും വേണ്ട. എന്തായാലും സുധിക്ക് വേറെ കുറെ പ്ലാൻസ് ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛൻ്റെ അടുത്ത് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറയൂ. സുധിയുടെ ജാതകത്തിൽ തന്നെ ഉണ്ട് അവൻ സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഉന്നതിയിലെത്തുന്നു. അതിന് അവനൊരു വഴി തെളിയിച്ചു കൊടുക്കാൻ വേണ്ടി പറ. ശരി മോളെ, എനിക്കിത് കേട്ടാൽ മതി. എന്തായാലും സുധി കുടിച്ച കാര്യം നിന്റെ അച്ഛൻ അറിയണ്ട എന്ന് പറയണേ. അതിനെക്കുറിച്ച് ഞാൻ നിന്റെ ചെറിയച്ഛനടുത്ത് പറയണമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വേണ്ട, ഞാൻ തന്നെ സംസാരിച്ചോളാം, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കുമെന്ന് പറയാണ്. അങ്ങനെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ശ്രുതി നമ്മുടെ സച്ചിയും അതുപോലെ മഹേഷും കൂടി സംസാരിക്കുന്ന കേൾക്കുവാണ് കേട്ടോ. ഇയാളെന്താ മലേഷ്യയിൽ നിന്ന് വന്ന പോലെയല്ലല്ലോ, നമ്മൾ കൊടുത്തിരിക്കുന്ന മദ്യം മൊത്തം അകത്താക്കിയിട്ട് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാന്ന് വിചാരിച്ചപ്പോൾ എല്ലാ പ്ലാനും പൊളിഞ്ഞില്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും ഞാൻ സംശയിച്ചത് സത്യം തന്നെയാണ്. ഇതിനു വേണ്ടിയിട്ടാണല്ലേ സച്ചി അദ്ദേഹത്തെ കുടിപ്പിച്ചത്. എന്തായാലും ഇന്ന് മിസ്സായി, നാളെ എന്തായാലും അയാളെ ഞാൻ ഉന്നം വെച്ചിട്ടുണ്ട്. അയാളെ കുറുക്കാന്ന് വെച്ചിട്ട് അവസാനം എല്ലാം നിന്റെ തലയിൽ തന്നെ തിരിഞ്ഞു വന്നില്ലെന്ന് സച്ചിനോട് ചോദിക്കുമ്പോൾ മിണ്ടാതിരിയടാ, അയാൾ ഞാൻ വിചാരിച്ച മാതിരിയല്ല, പക്ക ഫ്രോഡാണ്. അതേടാ, 2 ബോട്ടിലിൽ 1 ബോട്ടിൽ മൊത്തം അയാൾ തന്നെ കുടിച്ചില്ലേ, ഇപ്പൊ അതാണ് ഇവിടെ പ്രധാനം. വേണ്ടെന്ന് പറഞ്ഞിട്ടും ശ്രുതിക്ക് അയാൾ കള്ളൊഴിച്ചു കൊടുത്തു. എന്നിട്ട് അവസാനം ഉള്ളിൽ വന്ന സമയത്ത് എല്ലാം എന്റെ തലയിലിട്ടു. ഇത് കേൾക്കുന്ന സമയത്ത് ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, ഓഹോ, അപ്പൊ ശ്രുതിയെ കുടിപ്പിച്ചത് അയാളാണല്ലേ. അയാൾ നല്ലൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഞാനാണ് അവനെ കുടിപ്പിച്ചതെന്നുള്ള കാര്യം വന്നിട്ട് എല്ലാവരുടെ മുമ്പിലും പറയണമായിരുന്നു. പക്ഷെ അയാൾ നൈസായിട്ടല്ല എന്റെ തലയ്ക്ക് തിരിച്ചു വിട്ടത് കണ്ടില്ലേ. അതെ, എല്ലാ തെറ്റും നിന്റെ തലയിൽ അയാൾ നൈസായിട്ട് ഇട്ടത് കണ്ടില്ലേ. ഇതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാലോ അയാൾ മലേഷ്യക്കാരനൊന്നും അല്ല എന്നുള്ള കാര്യം. ഏതോ ഉൾനാട്ടിൽ നിന്ന് വന്നതാണ്. ഈ പൗഡർ എടുത്തി അവനെ വെച്ചിട്ട് എന്തൊക്കെയോ കളിപ്പിക്കുകയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ ശ്രുതി ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്.